ഹായ് മക്കളെ. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നേക്കുന്നത് 9ാം ക്ലാസ്സിലെ നമ്മുടെ സിലബസ് ഒക്കെ മാറി, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയില്ലേ. നല്ല കളർഫുൾ ബുക്കാണ് നമ്മുടെ ഹിന്ദി ബുക്ക് അല്ലേ ഇപ്രാവശ്യം വന്നേക്കുന്നേ. അപ്പൊ അതിൽ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ഒരു കഹാനിയാണ്, ഒരു കഥയാണ്. കഥയുടെ പേരെന്താ? ജട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്നാണ്. ജട്ട്പട്ട് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, പിന്നെ നട്ട്ഖട്ടും ഉണ്ട്. ഇവരുടെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും കഥയെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ചെറിയൊരു ഇൻസിഡൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ചാപ്റ്റർ അല്ല എങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളില്ലേ, അത് മാത്രം ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ, ജട്ട്പട്ട് ഓർ നട്ട്ഖട്ട്. കഹാനിയാണ് കേട്ടോ, കഥയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻസിഡൻസ് നോക്കാം കേട്ടോ, മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുഖ്യപാത്രം ആരൊക്കെയാന്ന് നോക്കാം, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കേട്ടോ. ജട്ട്പട്ട് ആണ് ഫസ്റ്റ് ക്യാരക്ടർ. അവന്റെ പ്രത്യേകത എന്താ? ബഡാബായി വലിയ സഹോദരനാണ്. പാഞ്ചവീം കക്ഷ കാ ഛാത്ര 5ാം ക്ലാസ്സിലെ കുട്ടിയാണ്. അവന്റെ സ്പെഷ്യാലിറ്റി, ആ പേര് ജട്ട് എന്ന് വെച്ചാൽ സ്പീഡ് എന്നാണ്. അതേപോലെ തന്നെയാണ് അവൻ പെട്ടെന്ന് നടക്കുന്ന ഒരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഫുള്ള് അറിയാണ് അവൻ. ഫുള്ള് തിരക്ക് പിടിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഭയങ്കര സ്പീഡാണ്. അതാണ് ജട്ട്പട്ട്. ഇനി നെക്സ്റ്റ് ജട്ട്പട്ടിന്റെ അനിയനാണ് ആര്? നട്ട്ഖട്ട് എന്ന് പറഞ്ഞ കുട്ടി ട്ടാ. ചോട്ടാബായി, നട്ട്ഖട്ട് ചെറിയ സഹോദരനാണ്, അനിയനാണ് കേട്ടാ. തീസരി കക്ഷ കാ ഛാത്ര, എത്രാം ക്ലാസ്സിലെ കുട്ടിയാ? 3ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ധീരെ ധീരെ ചൽത്താ ഹേ, പക്ഷെ ജട്ട്പട്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? നട്ട്ഖട്ട്. ധീരെ ധീരെ ചൽത്താ ഹേ, പതുക്കെയാണ് നടക്കുക, ഫുള്ള് സ്ലോ ആണ് ആള് ട്ടാ. അതങ്ങനെയല്ലേ, ഒരു വീട്ടിൽ ഒരാള് ഭയങ്കര സ്പീഡായിരിക്കും, ഒരാൾ ഭയങ്കര സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരാൾ നന്നായി പഠിക്കും, ഒരാൾ പഠിക്കില്ല, അങ്ങനെയൊക്കെ കുറെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഇവര് അതേപോലെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ് ട്ടാ. ഇനി രഹനെ കാ സ്ഥാൻ, അവരെവിടെയാണ് താമസിക്കുന്നതെന്നാണ് കേട്ടാ. ദോനോം ഏക് ഗാവ് മേം രഹത്തെ ഹേ, രണ്ടുപേരും ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. സ്കൂൾ ദൂസരെ ഗാവ് മേം ഹേ, സ്കൂള് മറ്റൊരു ഗ്രാമത്തിലാണ്. മിസ് ഈ പറയുന്ന ഓരോ വരികളുടെ അർത്ഥവും ശ്രദ്ധിക്കണം കേട്ടാ, നല്ലപോലെ പഠിക്കണം അർത്ഥങ്ങൾ. ജഹാ പൈദൽ ചൽക്കർ ജാന പഡ്താ ഹേ, അവിടം വരെ പൈദൽ ചൽക്കർ എന്ന് വെച്ചാൽ എന്താ? കാൽനട യാത്ര എന്ന് പറയും. നടന്നിട്ടാണ് അവര് പോവാറ് സ്കൂളിൽ ട്ടാ. സ്കൂള് വേറൊരു ഗ്രാമത്തിലാണ്. ഇനി രാസ്തേക്കാ വരണേ, ഇനി ആ ഒരു വഴിയെ കുറിച്ച് വർണ്ണിച്ചേക്കുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വഴിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർ സ്കൂളിൽ പോകുന്ന ആ ഒരു വഴിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാ? രാസ്തേമേം, വഴിയിൽ. ഭോഗർ, ഭോഗർ എന്ന് വെച്ചാൽ എന്താ? കുളം ആണ് ട്ടാ. ഭോഗർ എന്ന് വെച്ചാൽ എന്താ? കുളം. അർത്ഥങ്ങൾ അറിയില്ലെങ്കിൽ അപ്പൊ നമ്മളുടെ ടെക്സ്റ്റിൽ എഴുതി വെക്കുക, ഭോഗർ കുളം. പിന്നെ ബർഗർ എന്ന് വെച്ചാൽ എന്താ? ആൽമരാണ് ട്ടാ. ആലില്ലേ, അതാണ് ബർഗർ, അത് കാണാറുണ്ട്. ഇനി ഗേത്ത് എന്ന് വെച്ചാൽ എന്താ? വയലാണ് ട്ടാ, വയല് കാണാറുണ്ട്. പിന്നെ ബാഗ് എന്ന് വെച്ചാല് തോട്ടങ്ങൾ കാണാറുണ്ട്. പിന്നെ നാല ഓർ നദി നാല എല്ലാവർക്കും അറിയാം, എന്താ? നദികളും അതേപോലെ തോടുകളും എല്ലാം കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലായിരുന്നു അവിടുത്തെ ഒരു രാസ്ത, വഴികൾ ട്ടാ. അവര് കാണുന്ന കാഴ്ചകളും ഇതൊക്കെ തന്നെയാണ്. ഇനി അമ്മയുടെ ഒരു ഉപദേശം. അപ്പൊ ടീച്ചർ പറഞ്ഞു ചാപ്റ്റർ ടോട്ടൽ ആയിട്ടല്ല, നമ്മൾ മെയിൻ ഇൻസിഡൻസ് മാത്രമാണ് പറയുന്നത്. ഈ മെയിൻ ഇൻസിഡൻസിന്റെ അർത്ഥങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടാ. അപ്പൊ അമ്മ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ആജ്ഞ ഉണ്ടായിരുന്നു. എന്താ? ജട്ട്പട്ട് കോ നട്ട്ഖട്ട് കാ ധ്യാൻ രഖനാ പഡ്താ ഹേ, ജട്ട്പട്ട് ആണ് ആരെ ശ്രദ്ധിക്കണ്ടേ? നട്ട്ഖട്ടിനെ ശ്രദ്ധിക്കേണ്ടത്. ധ്യാൻ രഖന, ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെയാണല്ലേ, ചേട്ടന്മാരാണ് അനിയന്മാരെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ചേട്ടനാരാ? ജട്ട്പട്ട്. അനിയനാരാ? നട്ട്ഖട്ട്. അതാണ് അമ്മ ആദ്യം പറഞ്ഞ കാര്യം. പിന്നെ അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നട്ട്ഖട്ട് രാസ്തേ മേം രുക് രുക് കർ ചീസേ ദേഖ്താ ഹേ ഓർ ഖേൽതാ ഹേ. നമ്മളുടെ നട്ട്ഖട്ടിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ജട്ട്പട്ട് ചേട്ടൻ പോയിട്ട് കംപ്ലൈന്റ് പറയാറുണ്ട് ആരെ കുറിച്ച്? അനിയനെ പറ്റിയിട്ട്. അനിയന് ഒരു പ്രത്യേകത ഉണ്ട്. അനിയൻ എന്താ? ഈ സ്കൂളിൽ പോണ ടൈമില് രാസ്തേ മേം, വഴിയിലുള്ള രൂഖ് എന്ന് വെച്ചാൽ അവിടെ നിൽക്കും. പോണ വഴിക്ക് അവിടെ വഴിയിൽ നിന്നിട്ട് ചീസേം ദേഖ്താ ഹേ, അവിടെയുള്ള എല്ലാ വസ്തുക്കളെയും അവൻ നോക്കിക്കും. ഉള്ള വസ്തുക്കളാണ് നമ്മൾ മുന്നേ പറഞ്ഞ ഈ കുളം, ബർഗർ, ആൽമരം, ഗേത്ത്, വയൽ, ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കലാണ് ആരുടെ പണി? നട്ട്ഖട്ടിന്റെ പണിട്ടാ. ഓർ ഖേൽതാ ഹേ, പിന്നെ അവിടെ ഫുള്ള് കളിയാണ്, ഫുള്ള് കളിച്ചുകൊണ്ടിരിക്കും. അതാണ് നട്ട്ഖട്ട്. കുഞ്ഞുകുട്ടിയല്ലേ, അപ്പൊ അവന് ഫുള്ള് കളിയാണ്, ഫുള്ള് ഇങ്ങനെ കാഴ്ചകൾ കാണലൊക്കെയാണ് പണി. അപ്പൊ നമുക്ക് ഇതിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് നോക്കാം കേട്ടോ, ഏതൊക്കെയാണെന്ന്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഇതിന്റെ അർത്ഥങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റ് ആണ് എന്താ? ഒരു ദിവസം നട്ട്ഖട്ട് പുൽ പർ ജാനെ കെ ബജായ്, പാലത്തുമ്മ, പുൽ എന്ന് വെച്ചാൽ പാലമല്ലേ, പാലത്തുമ്മ കയറുന്നതിന് പകരം എന്ത് ചെയ്തു? നദി കിനാരെ ജാക്കർ, നദിയുടെ ആ ഒരു തീരത്തേക്ക് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? കാഗസ് കിനാവേം
ബഹാത്ത ഹേ കാഗസ് പേപ്പർ നാവേ ബോട്ട്സ് എന്ത് ചെയ്തു ബഹാത്ത ഹേ ഒഴുക്കി നട്കട്ട് കാ പൈർ നട്കട്ടിന്റെ കാല് എന്ത് ചെയ്തു ഫിസലാത്ത ഹേ ഫിസല എന്താ വഴുതുക അല്ലെങ്കിൽ വഴുക്കിപ്പോയി എന്നിട്ട് ഓർ വഹ് പാനി മേം ഗിർ ജാതാ ഹേ അവൻ എങ്ങോട്ട് വീണു പാനി മേം വെള്ളത്തിലോട്ട് വീണു ജട്പട്ട് നദി മേം ഗുദ്കർ നമ്മളുടെ ചേട്ടനായ ജട്പട്ട് നദി മേം ഗുദ്കർ നദിയിലോട്ട് ഇറങ്ങിയിട്ട് നട്കട്ട് കോ ബചാതാ ഹേ നട്കട്ടിനെ രക്ഷിച്ചു ബചാതാ ഹേ രക്ഷിച്ചു നട്കട്ട് ഡർകർ രോതാ ഹേ നട്കട്ട് പേടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കി ജട്പട്ട് എന്തായിരുന്നു അവന്റെ പേടി കി ജട്പട്ട് മാം സേ ശികായത് കരേഗ ചേട്ടൻ അമ്മയോട് എന്ത് പറയും പരാതി പറയുമെന്നായിരുന്നു ആരുടെ പേടി നട്കട്ടിന്റെ പേടി അതുകൊണ്ട് ഇത് ആലോചിച്ചിട്ട് അവൻ കരയായിരുന്നു നട്കട്ട് വാദ കർത്താ ഹേ കി നമ്മുടെ നട്കട്ട് വാക്ക് കൊടുത്തു എന്താ വഹ് കാഗസ് കി നൗ ബനാന എന്തറിയാ കാഗസ് കി നൗ എന്ന് വെച്ചാൽ എന്താ ഈ പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കാൻ അറിയാലോ ഓർ തൈർന സിഗേഗ അപ്പൊ ഒരു പരസ്പരം ഒരു ഡീൽ വെക്കാണ് ഞാൻ എന്ത് ചെയ്യാ അനിയൻ പറഞ്ഞു എനിക്ക് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കാൻ അറിയാം അത് ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞു എനിക്ക് നദിയിൽ നീന്താൻ അറിയാം ഞാൻ അതും നിന്നെ പഠിപ്പിച്ചു തരാം അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഇനി നെക്സ്റ്റ് दोनों भाई मिलकर घर जाते हैं और दौड़ कर कपड़े सुगाते हैं എന്താണ് സുഗ്ന എന്ന് വെച്ചാൽ ഉണങ്ങുക എന്നാണ് കേട്ടാ അപ്പൊ രണ്ട് ഭായിമാരും രണ്ട് സഹോദരന്മാരും ഒരുമിച്ച് വീട്ടിലേക്ക് പോയി എന്നിട്ട് അവരൊരു ഒരുമിച്ച് ഒരു പരിപാടി ചെയ്തു എന്താ ദൗഡ്കർ ഒരുമിച്ച് ഓടി എന്തിനാ ഓടിയത് കപ്പടെ സൂഖ്നെ കെ ലിയേ ഡ്രസ് ഉണങ്ങാൻ വേണ്ടിട്ട് അവർ ഓടി ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ അങ്ങനെ അവർ ചെയ്തു അപ്പൊ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണ് കാണിക്കുന്നത് കേട്ടാ അത്ര നാളും അത്ര സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി രണ്ടാളും തമ്മിൽ അപ്പൊ ആ ഒരു ഇൻസിഡന്റ് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ടൈമിൽ അവർ തമ്മിൽ നല്ല സ്നേഹമായില്ലേ അതാണ് 2 പോയിന്റ് കേട്ടാ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് കൊടുത്തേക്കുന്നത് അപ്പൊ ലാസ്റ്റ് പോയിന്റ്സ് നോക്കാം दोनों भाई एक दूसरे के साथ मिलकर खेलते हैं और सीखते हैं രണ്ട് ഭായിമാരും പരസ്പരം എന്ത് ചെയ്തു സാത്ത് മിൽക്കർ ഒരുമിച്ച് നിന്നിട്ടാണ് അവർ എന്ത് ചെയ്തേ ഗേൽത്തെ കളിച്ചതും കല്ലൊക്കെ എറിഞ്ഞ് കളിക്കുന്നുണ്ട് ലാസ്റ്റ് ഇൻസിഡന്റിൽ കേട്ടാ കല്ലെറിഞ്ഞ് കളിച്ചതും അതേപോലെ സീക്തേ ഹേ ഈ ബോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കലും അതുപോലെ നീന്താൻ പഠിപ്പിക്കലും ഒക്കെ ഒരുമിച്ചായിരുന്നു പിന്നീട് അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോ ഓരോ ഇൻസിഡൻസ് ഓർമ്മ വരുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടാ ലാസ്റ്റ് ഇൻസിഡന്റ് എന്താ അന്തുമേം അവസാനം ദോനോ സാത്ത് സാത്ത് ഖുഷി സേ ഘർ ലൗട്ടേ ഹേ രണ്ടുപേരും സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോയി വീട്ടിലോട്ട് തിരിച്ചു പോയി ഇതാണ് നമ്മളുടെ കഥ ഷോർട്ട് ആയിട്ട് പറഞ്ഞ വലിയൊരു സ്റ്റോറി അല്ലേ വലിയൊരു കഹാനിയാണ് പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ ഈ ഇൻസിഡൻസിന്റെ അർത്ഥം നല്ലപോലെ വായിക്കണം കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പഠിക്കാലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ പോസ്റ്റർ തയ്യാർ കരേ പോസ്റ്റർ തയ്യാറാക്കാനാണ് 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് കേട്ടോ ചോദിക്കുക 4 മാർക്കാണ് ഈ പോസ്റ്ററിന് ജട്പട്ട് ने नदी में कूदकर ജട്പട്ട് നദിയിലോട്ട് ഇറങ്ങിയിട്ട് നട്കട്ട് की जान बचाई അനിയന്റെ ജീവൻ രക്ഷിച്ചു മാൻലേ ഇസ് पर स्कूल में ഇതിനെ കുറിച്ച് സ്കൂളിൽ ഇതിനോടനുബന്ധിച്ച് സ്കൂളിൽ ബദായി സമാരോഹ് അനുമോദന ചടങ്ങാണ് ട്ടാ ബദായി സമാരോഹ് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട് പോസ്റ്റർ തയ്യാർ കരേ ഇതിനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മളുടെ പോസ്റ്റർ ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഒരു പോസ്റ്ററിന് വേണ്ടത് കേട്ടാ ഒരുപാട് വാരി വലിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല ഒരു പോസ്റ്ററിന് എന്താ നോക്കാം ആദ്യം തന്നെ നമ്മൾ ഹെഡിങ് കൊടുത്തു ബദായി സമാരോഹ് അനുമോദന ചടങ്ങ് എന്ന ഹെഡിങ് കൊടുത്തു ഇനി വിഷയം എന്താന്ന് എഴുതി ജട്പട്ട് ने नदी में कूदकर नटखट की जान बचाई ഇത് എവിടെന്നാ എഴുതിയേ ക്വസ്റ്റ്യനിൽ നിന്നാണ് എടുത്ത് എഴുതിയത് കേട്ടാ ജട്പട്ട് നദി മേം കുദ്കർ നദിയിലോട്ട് ഇറങ്ങിയിട്ട് നട്കട്ട് की जान बचाई നട്കട്ടിന്റെ ജീവൻ രക്ഷിച്ചു അപ്പൊ നമ്മള് വിഷയം എഴുതി അപ്പൊ ഈ ഹെഡിങ് എഴുതുന്നതിന് 1 മാർക്കാണ് കേട്ടോ ഈ കണ്ടന്റ് ഇവിടെ എഴുതുന്നതിന് 2 മാർക്കും ഈ സബ്കാ സ്വാഗതം എഴുതുന്നതിന് 1 മാർക്കുമാണ് അപ്പൊ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എന്തൊക്കെയാ സ്ഥലം എവിടെയാണ് സ്കൂൾ ഹാൾ ആണ് സ്ഥലം ഇനി സമയം എപ്പോഴാ സുബ 10 ബജെ രാവിലെ 10 മണി പിന്നെ താരീഖ് ഡേറ്റ് ആണ് ഡേറ്റ് എഴുതുമ്പോ ഇതുപോലെ എഴുതാൻ പാടില്ല ഇതുപോലെ ഒരിക്കലും എഴുതരുത് കേട്ടോ അതുപോലെ എഴുതരുത് ഇതേപോലെ എഴുതണം ഇപ്പൊ ഇവിടെ എഴുതിക്കുന്നത് നോക്കിയേ 2 ജൂൺ കണ്ടാ കറക്റ്റ് ആ ഡേറ്റ് കൊല്ലം എങ്ങനെയാണോ അതുപോലെ എഴുതണം അത് അല്ലാണ്ട് ഈ രീതിയിൽ എഴുതരുത് തെറ്റിടും ഇനി ഉദ്ഘാടനം ചെയ്യുന്ന ആളാരാ
ക്വസ്റ്റ്യനിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കി എഴുതി പ്രധാനാധ്യാപിക. അവിടുത്തെ പ്രധാനാധ്യാപിക ആരാണോ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, HM ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒന്നും എഴുതേണ്ട, പ്രധാനാധ്യാപിക എന്ന് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് എന്താ? സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. ഈ കറക്റ്റ് പക്കാ ഫോർമാറ്റിൽ ഒരു പോസ്റ്റർ എഴുതാണെന്നുണ്ടെങ്കിൽ 4 മാർക്കാണ് കേട്ടോ. ഹെഡിങ്ങിന് 1 മാർക്ക്, കണ്ടന്റിന് 2 മാർക്ക്, പിന്നെ ലാസ്റ്റ് സബ്കാ സ്വാഗതം എഴുതുന്നതിന് 1 മാർക്ക്. ഇങ്ങനെയാണ് പോസ്റ്ററിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ 4 മാർക്കിന്റെ ചോദ്യമാണ്. പിന്നെ അത്യാവശ്യം വലുതാക്കിയിട്ട് എഴുതാട്ടെ. അപ്പിഷിക്കൊന്നും പോസ്റ്റർ എഴുതാൻ നിൽക്കരുത്, മാർക്ക് കിട്ടില്ല. പോസ്റ്റർ നല്ല ഭംഗിക്ക് വരച്ചെഴുതിയാൽ 4 മാർക്ക് എന്തായാലും കിട്ടും. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഇനി നെക്സ്റ്റ് ഒരു ചോദ്യം ഉണ്ട്. എന്താ നോക്കിയേ? ബാത്ചീത് ലിഖേ, കോൺവെർസേഷൻ എഴുതൂ. മാൻലേ നട്കട്ട് ने घर पहुंचकर, നട്കട്ട് വീട്ടിലെത്തിയിട്ട് രാസ്തേക്ക് സാരി ഘടനായേ, വഴിയിലുള്ള എല്ലാ സംഭവങ്ങളും മാം കോ ബതാ ദി, അമ്മയോട് പറഞ്ഞു. ദോനോ കെ ബീച്ച് കി ബാത്ചീത് ലിഖേ, രണ്ടുപേർക്കും ഇടയിലുള്ള കോൺവെർസേഷൻ എഴുതൂ. ബാത്ചീത് എന്ന് വെച്ചാൽ എന്താ? കോൺവെർസേഷൻ ആണ് കേട്ടാ. എത്ര മാർക്കിനാ ചോദിക്കാം? 4 മാർക്കിനാണ് കോൺവെർസേഷൻ ചോദിക്കാം. നമുക്ക് പെട്ടെന്ന് കോൺവെർസേഷൻ നോക്കാം. അമ്മ പറയാണ്, ക്യാ ഹുവാ ബേട്ടാ, എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു. അപ്പൊ നട്കട്ട് പറഞ്ഞു, മാം ഏക് ബാത് ഹേ, അമ്മ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, ബതാവോ, പറയ് എന്ന് പറഞ്ഞു. അപ്പൊ നട്കട്ട് പറഞ്ഞു, സ്കൂൾ സേ വാപ്പസ് ആത്തേ സമയ, സ്കൂളിൽ നിന്ന് തിരിച്ചു പോരുന്ന ടൈമില് മേം ഗിർ പടാ, ഞാൻ വീണു. അപ്പൊ അമ്മ ചോദിച്ചു, കഹാ, എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ നട്കട്ട് പറഞ്ഞു, പാനി മേം, വെള്ളത്തില് എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ അമ്മ ചോദിക്കാണ്, കേസേ, എങ്ങനെ? അപ്പൊ നട്കട്ട് പറയാണ്, മേം നദി മേം, ഞാൻ വെള്ളത്തില്. വെള്ളമല്ല, നദി എന്ന് വെച്ചാൽ എന്താ? നദി, പുഴ ട്ടാ. ഞാൻ പുഴയില്. നാവോം ബഹാരഹാദാ, നാവോം എന്താ? ബോട്ട്സ് ആണ് ട്ടാ. ബോട്ടുകൾ എന്ത് ചെയ്യായിരുന്നു? ഒഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞു കുഞ്ഞു ബോട്ടില്ലേ, കാഗസ് കി നാവാണ് ട്ടാ, ചെറിയ പേപ്പർ ബോട്ട്സ് ഒഴുക്കായിരുന്നു. തബ് മേരാ പൈർ ഫിസല, അപ്പൊ എന്റെ കാല് വഴുതിപ്പോയി. ഓർ നദി മേം ഗിർ ഗയാ, എന്നിട്ട് ഞാൻ അവിടെ വീണു, നദിയിലോട്ട് വീണു പോയി. അപ്പൊ അമ്മ ചോദിച്ചു, ഫിർ ക്യാ ഹുവാ, എന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ നട്കട്ട് പറഞ്ഞു, ഭയ്യാനെ പാനി മേം ഗുദ്കർ, ചേട്ടൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മേരാ ജാൻ ബച്ചായി, എന്റെ ജീവൻ രക്ഷിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഭഗവാൻ കി കൃപ, ദൈവത്തിന്റെ കൃപ, നമ്മൾ പറയില്ലേ, ദൈവം സഹായിച്ചു എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതേപോലെ അമ്മ പറഞ്ഞു. അപ്പൊ ഇത്രയുള്ള സിമ്പിൾ കോൺവെർസേഷൻ ആണ്. ഇതേപോലെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. 4 മാർക്ക് കളയരുത്. 4 മാർക്കിന്റെ കോൺവെർസേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നല്ലപോലെ പഠിക്കണം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ചെറിയൊരു ഗ്രാമർ പോർഷൻ ആണ് കേട്ടാ. നമുനയ്ക്ക് അനുസാർ വാക്യ ബദൽക്ക് ലിഖേ, എക്സാമ്പിൾ അനുസരിച്ചിട്ട് മാറ്റി എഴുതാനാണ് കേട്ടാ. ഗ്രാമർ പോർഷൻ ആണ്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. നട്കട്ട് രോത്താ ഹേ, നട്കട്ട് കരയുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് നമ്മൾ എങ്ങനെ ആക്കി എഴുതണം? നട്കട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാക്കി എഴുതാം. അപ്പൊ എന്താ ചേഞ്ച് വരാ? നട്കട്ട് രോത്താഹേ എന്നുള്ളത് മാറി രോ രഹാഹേ എന്നാവും. രോ രഹാഹേ, രഹാഹേ അല്ലെങ്കിൽ രോത്താഹേ, താഹേ വരാൻ കാരണം എന്താ? താഹേ വരാൻ കാരണം എന്താ? ഇത് പുല്ലിംഗമാണ്, മെയിലല്ലേ? മെയിലായതുകൊണ്ടാണ് താഹേയിൽ അവസാനിച്ചേ. രണ്ടാമത്തത് നോക്കാം. ഇപ്പഴത്തെ സൈഡിലെ കൊടുത്തിട്ടുണ്ട്, ഈ പോർഷനിലെ കൊടുത്തിട്ടില്ല. നമുക്ക് എഴുതാൻ പറ്റും, നോക്കാം. ജട്പട്ട് ഓർ നട്കട്ട്, ജട്പട്ടും നട്കട്ടും. അപ്പൊ 2 പേരില്ലേ, പ്ലൂറൽ അല്ലേ, ബഹുവചനാണ് കേട്ടാ. സ്കൂൾ സേ ആരഹേ ഹേ, അതുകൊണ്ട് അവസാനിച്ചത് എങ്ങനെയാ? ആരഹേ ഹേ, വന്നുകൊണ്ടിരിക്കുന്നു, ആരഹേ ഹേ. അപ്പൊ ഇവിടെ എന്ത് വ്യത്യാസം വരിക? ആരഹേ ഹേ എന്നുള്ളത് മാറി ഇവിടെ എന്ത് വരും? ആത്തേ ഹേ എന്നാവും. ആത്തേ ഹേ, ആ ഒരു ചേഞ്ച് ആണ് ഇവിടെ വരിക കേട്ടാ. ബാക്കി സെയിം ആണ്. ഇവിടെ ആത്തേ ഹേ വന്നു എന്നാണ്, വരികയാണ് എന്ന് പറയും. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് വന്നു? ആരഹേ ഹേ എന്ന് വന്നു. ഇവിടെ ആത്തേ ഹേ എന്ന് വന്നു. നമ്മള് ടെൻസ് മാറ്റി എഴുതുന്ന സംഭവമാണ് കേട്ടാ. ഇനി ഇവിടത്തെ കൊടുത്തിട്ടുണ്ട് നാവ് ചൽ രഹി ഹേ. നാവ് എന്ന് വെച്ചാൽ തോണി, തോണി എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീലിംഗമായിട്ടാണ് കേട്ടോ പറയാ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീലിംഗത്തിൽ തുടങ്ങണതെല്ലാം അവസാനിക്കുക ഈ വെച്ചിട്ടായിരിക്കും. രഹി, ജാതി, ചൽത്തി എന്നായിരിക്കും അവസാനിക്കുക. അപ്പൊ ഇവിടെ നാവ് വന്നപ്പോ ചൽ രഹി ഹേ, ചൽ രഹി ഹേൽ അവസാനിച്ചു. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക? നാവ് ചൽത്തി ഹേ, ചൽത്തി ഹേ
എന്താ തോണി, ചൽത്തി ഹേ എന്ന് വെച്ചാൽ എന്താ ഒഴുകുന്നു അല്ലെങ്കിൽ പോകുകയാണ്. ഇവിടെ നമ്മൾ എന്ത് മാറ്റം വരുത്തി എഴുതി? നാവ് ചൽ രഹി ഹേ, തോണി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ, അതേപോലെ. ഇനി നെക്സ്റ്റ് നോക്കാം, സർദിയാം ശുരു ഹോത്തി ഹേ, തണുപ്പാണ് കേട്ടാ. തണുപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കിത് മാറ്റി എഴുതുമ്പോ എങ്ങനെയാ വരിക? സർദിയാം ശുരു ഹോത്തി ഹേ എന്നുള്ളത് എന്ത് മാറ്റാൻ വരിക? സിമ്പിൾ ആയിട്ടല്ലേ, എന്ത് മാറ്റം വരും? ഈ ഹോത്തി ഹേ എന്നുള്ളത് എന്താവും? ഹോ രഹി ഹേ എന്നാവും. ഹോ രഹി ഹേ. ഈ ഒരു ചേഞ്ച് മാത്രമാണ് വരിക, ബാക്കിയെല്ലാം സെയിം രീതിയിലാണ്. അപ്പൊ ഒന്നുമില്ല, മെയിൽ ആണെന്നുണ്ടെങ്കിൽ താഹേയിലാണ് അവസാനിക്കുക, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ തീഹേയിലാണ് അവസാനിക്കുക. ഇനി കുറെ പേരുണ്ട്, പ്ലൂരൽ ആണെന്നുണ്ടെങ്കിൽ, ബഹുവചന ആണെന്നുണ്ടെങ്കിൽ തേഹേയിലാണ് അവസാനിക്കുക. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ കേട്ടാ, ഇവിടെ എങ്ങനെ വരിക? രഹാഹേ, രഹീഹേ, രഹേഹേ അങ്ങനെ വരും. താഹേ, തീഹേ, തേഹേ അങ്ങനെ വരും. അത് 3 എണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടാ. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, ഒരെണ്ണം തന്നിട്ടാണ് ചോദിക്കുക, നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടാ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, കുറച്ച് 10 ചോദ്യങ്ങളുണ്ട് കേട്ടാ. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, നല്ലപോലെ നോക്കണം കേട്ടോ, അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജട്ട്പട്ട് ഓർ നട്ട്കട്ട് മെയിം. ജട്ട്പട്ടും നട്ട്കട്ടും ഉണ്ട് കേട്ടാ. ഇതില് ബഡാ കോൻ ഹേ, ആരാണ് വലിയ കുട്ടി? ആരാ? ജട്ട്പട്ട്. ജട്ട്പട്ട് ബഡാദാ, ജട്ട്പട്ട് ആണ് മൂത്ത കുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, നട്ട്കട്ട് കിസ് കക്ഷാ മേ പഠത്താ താ. നട്ട്കട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നട്ട്കട്ട് തീസരി കക്ഷാ മേ പഠത്താ താ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജട്ട്പട്ട് കിസ് കക്ഷാ മേ പഠത്താ താ. ജട്ട്പട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 5വീം കക്ഷാ മേ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അർത്ഥം അറിയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടാ. ജട്ട്പട്ട് ഓർ നട്ട്കട്ട് കിസ് ഗാവ് മേ രഹത്തെ थे. ജട്ട്പട്ടും നട്ട്കട്ടും ഏത് ഗ്രാമത്തിലാണ് താമസിക്കുന്നത്? ഏത് ഗ്രാമത്തിലാ? വേ ഏക് ഗാവ് മേ രഹത്തെ थे, അവർ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് കേട്ടാ, സെയിം ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഉൻകാ സ്കൂൾ കഹാം താ, അവരുടെ സ്കൂൾ എവിടെയാ? ഉൻകാ സ്കൂൾ ദൂസരേ ഗാവ് മേ താ, അവരുടെ സ്കൂൾ മറ്റൊരു ഗ്രാമത്തിലാണ്, അവരുടെ ഗ്രാമത്തിലല്ല വേറൊരു ഗ്രാമത്തിലാണ് സ്കൂൾ ഉള്ളത് കേട്ടോ. അപ്പൊ അതാണ് എഴുതിയത്. നെക്സ്റ്റ്, സ്കൂൾ ജാനെ കെ ലിയേ വേ കേസേ ജാത്തേ थे. സ്കൂളിൽ പോകാനായിട്ട് അവരെങ്ങനെയാണ് ഒരു വഴി കണ്ടെത്താറുണ്ട്? അല്ലെങ്കിൽ അവർ സൈക്കിൾ ചവിട്ടിയിട്ടാണോ, നടന്നിട്ടാണോ, ബസ്സിലാണോ, എങ്ങനെയാണ് അവർ സ്കൂളിൽ പോവാറ്? അതാണ് ചോദ്യം. കേസേ ജാത്തേ थे, എങ്ങനെയാ പോവാറ്? ഉത്തരം നോക്കാം, പൈദൽ ജാത്തേ थे, നടന്നാണ് പോവാറ്. നെക്സ്റ്റ് ചോദ്യം, രാസ്തേ മേം ഉനേ, വഴിയിൽ വെച്ചിട്ട് അവര് കോൻ കോൻ സി ചീസേ മിൽത്തി ഥി, എന്തെല്ലാം സാധനങ്ങളാണ് അവർ കാണാറുള്ളത്? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്തൊക്കെയാ അവർ കാണാറ്? പോഗർ, പോഗർ എന്താ? ചെറിയ കുളം. ബർഗദ്, ബർഗദ് എന്താണ്? ആൽമരം. ഗേത്ത്, ഗേത്ത് എന്താ? വയൽ. ബാഗ് തോട്ടം. നാല തോട്. നദി, നദി തന്നെ, പുഴ. ഇതൊക്കെയാണ് അവർ കാണാറുള്ളത് കേട്ടാ. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. ആ അർത്ഥം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ല കേട്ടാ. നെക്സ്റ്റ് നോക്കാം, ജട്ട്പട്ട് തേസ് തേസ് ചൽത്താ താ യാ ധീരെ ധീരെ നമ്മൾ ചോദിച്ചേക്കാണ്. ജട്ട്പട്ട് തേസ് തേസ് സ്പീഡിലാണോ സഞ്ചരിക്കാറ് അതോ പതുക്കെയാണോ? നമുക്കറിയാം, തേസ് തേസ് സ്പീഡിലാണ് സഞ്ചരിക്കാറ്. ആര്? ജട്ട്പട്ട്. അടുത്ത ചോദ്യം, നട്ട്കട്ട് കേസേ ചൽത്താ താ. നട്ട്കട്ട് എങ്ങനെയാണ് ഈ സഞ്ചരിക്കാറുള്ളത്? ധീരെ ധീരെ, പതുക്കെ പതുക്കെയാണ് നട്ട്കട്ട്, പേര് പോലെ തന്നെ പതുക്കെ പതുക്കെയാണ് സഞ്ചരിക്കാറ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജട്ട്പട്ട് ബർഗദ് തക് പഹുഞ്ചതാ. ജട്ട്പട്ട് ആൽമരത്തിന്റെ അവിടെ എത്തിയാൽ തബ് തക്, അപ്പോഴേക്കും നട്ട്കട്ട് കഹാം തക് പഹുഞ്ചതാ. നട്ട്കട്ട് എവിടെ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ? ചോദ്യമാണ് കേട്ടാ. ഉത്തരം നോക്കാം, തബ് തക് നട്ട്കട്ട് പോഗർ തക് ഹി പഹുഞ്ചതാ. നട്ട്കട്ട് എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ? പോഗർ തക്, ചെറിയ കുളത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അത്രയും സ്ലോ ആണ് ആര്? നമ്മളുടെ നട്ട്കട്ട്. അത്രയും സ്പീഡാണ് ആര്? ജട്ട്പട്ട്. ഓക്കെ, അപ്പൊ ഇത്ര 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 1 വേർഡ് എന്ന് പറയാൻ പറ്റില്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് നമുക്ക് അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് പാരഗ്രാഫ് തന്നിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുക, ഉണ്ടാക്കി എഴുതാൻ വരില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചോദ്യങ്ങളെല്ലാം നല്ലപോലെ പഠിക്കണം കേട്ടോ. അർത്ഥങ്ങൾ അറിഞ്ഞു പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയൊരു ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.